UDF സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയിലൂടെ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതോടെ കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയിലാണ്. ഒറ്റമാസം കൊണ്ട് 65 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായതിനെ തുടർന്ന് 500-ലധികം ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. മുൻപ് പ്രതിദിനം 16,000 രൂപ കളക്ഷൻ ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വരുമാനം 10,000-ത്തിലും താഴെയായി ചുരുങ്ങി. ഭൂരിഭാഗം വനിതാ യാത്രക്കാരും KSRTC ബസ്സുകൾക്കായി മാത്രം കാത്തുനിൽക്കുമ്പോൾ സ്വകാര്യ ബസ്സുകൾ പലതും ശൂന്യമായി ഓടേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗതാഗത മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ അടിയന്തര ചർച്ചകൾ നടന്നത്. തങ്ങൾക്കും ഡീസൽ സബ്സിഡിയോ ടിക്കറ്റ് നിരക്കോ ഇളവോ നൽകണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. എന്നാൽ ബസ്സുകൾ മറ്റ് വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തണമെന്നാണ് മന്ത്രി നിർദ്ദേശിച്ചത്. 10 വർഷം മുൻപ് 12,000 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഓടുന്നത് കേവലം 11,936 ബസ്സുകൾ മാത്രമാണ്. ഉൾഗ്രാമങ്ങളിലെ സാധാരണക്കാരുടെ ആശ്രയമായ സ്വകാര്യ ബസ്സുകൾ ഇല്ലാതായാൽ അത് സംസ്ഥാനത്തിന്റെ പൊതുഗതാഗത ശൃംഖലയായി ബാധിക്കും. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അത് നിലവിലുള്ള സ്വകാര്യ സംരംഭങ്ങളെയും തൊഴിലാളികളെയും എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ നയരൂപീകരണം ഉണ്ടാകേണ്ടതുണ്ട്. വെറുമൊരു രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം വിപണിയിലെ സാമ്പത്തിക സമതുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കാൻ ജനാധിപത്യ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുൻ ഗതാഗത കമ്മീഷണർ K പത്മകുമാറിന്റെ നേതൃത്വത്തിൽ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിക്കാൻ സർക്കാർ നിർബന്ധിതമായത്. 6 ആഴ്ചയ്ക്കകം സമർപ്പിക്കുന്ന ഈ റിപ്പോർട്ട് കേരളത്തിന്റെ ഭാവി ഗതാഗത നയത്തിൽ നിർണായകമാകും. ഈ പ്രതിസന്ധിയിൽ നിങ്ങളുടെ വ്യക്തമായ നിലപാടുകളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഗഹനമായ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ പങ്കുവയ്ക്കുക.